ഒരുപാട് ആഗ്രഹത്തോടെ വിവാഹം കഴിച്ചിട്ടും ദിവസങ്ങളോളം മാത്രം ഒരുമിച്ച് ജീവിച്ച് വേർപിരിഞ്ഞവരാണ് നടി രചന നാരായണൻകുട്ടിയും ഭർത്താവും. 2011 വിവാഹിതയായ നടിയുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷത്തോളം കഴിഞ്ഞു. 2 വർഷം മുമ്പ് താനൊരു പ്രണയത്തിലാണെന്ന് തുറന്നു പറഞ്ഞ നടി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിറകണ്ണുകളോടെ വേദിയിലെത്തിയ നടി അതീവ സുന്ദരിയായിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരും ബന്ധുക്കളും പറയുകയും ചെയ്യുന്നു. നടിയുടെ അനുജത്തിയുടെ വിവാഹത്തിനായാണ് മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹങ്ങളേകാൻ നടിയും വീട്ടുകാരും എത്തിയത്. സോഷ്യൽ മീഡിയയിൽ വിവാഹ വീഡിയോ എത്തിയതോടെയാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത്. നടിയുടെ അനുജത്തിയും നർത്തകിയും ഇതിലെല്ലാമുപരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലൈസൻസ്ഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായ ശ്രദ്ധ പ്രദീപും രാഹുലും തമ്മിലുള്ള വിവാഹമാണ് നടിയുടെ കുടുംബം ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുന്നത്. ഹൽദിയും ആഘോഷങ്ങളുമൊക്കെയായി 3 ദിവസത്തോളം നീണ്ട വിവാഹമാണ് ഗംഭീരമായി നടത്തിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു വിവാഹ ചടങ്ങ് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളോടെയും ആരവങ്ങളോടെയുമാണ് കുടുംബം ശ്രദ്ധയുടെ വിവാഹത്തെ ഏറ്റെടുത്തതും. നൃത്താധ്യാപികയായി ജോലി ചെയ്യവെയായിരുന്നു രചനയുടെ വിവാഹം കഴിഞ്ഞത്. ആലപ്പുഴ സ്വദേശിയായ ഭർത്താവിനൊപ്പം 3 ആഴ്ച പോലും നടി തികച്ച് ജീവിച്ചിരുന്നില്ല. മറിമായം എന്ന സിറ്റ്കോമിലൂടെ ജനശ്രദ്ധ നേടിയ രചന കോമഡി രംഗങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന രചനയ്ക്ക് ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചതോടെ നൃത്തത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നിരവധി നൃത്ത പരിപാടികളും നൃത്താധ്യാപികയായും നടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രേക്ഷക ശ്രദ്ധ നേടിത്തുടങ്ങിയ കാലത്താണ് രചനയുടെ വ്യക്തിജീവിതവും ചർച്ചയായത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. 19 ദിവസങ്ങൾ മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാരായി രചനയും ഭർത്താവും കഴിഞ്ഞത്. 2012 തന്നെ വിവാഹമോചനവും നേടി. ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന രചനയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പിന്നീടാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. 2001 MT വാസുദേവൻ നായരുടെ രചനയിൽ കണ്ണൻ സംവിധാനം ചെയ്ത തീർത്ഥാടനം എന്ന സിനിമയിൽ നായികയുടെ കൂട്ടുകാരിയായാണ് രചന അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ചെറിയ വേഷമായിരുന്നു അത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചനവും കഴിഞ്ഞ് മറിമായം എന്ന ടെലി പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് രചന ജനപ്രീതി നേടുന്നത്. ആറാട്ടുൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷവും രചനയ്ക്ക് ലഭിച്ചു. 2 വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഐ നെവർ ഹാവ് ആൻ എവർ എന്ന സെഗ്മെന്റിൽ പങ്കെടുക്കവേ താൻ പ്രണയത്തിലാണ് എന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് അല്പം നാണത്തോടെയാണ് അതേ എന്ന് നടി സമ്മതിച്ചത്. എന്നാൽ അതാരാണെന്നോ എന്താണെന്നോ ഒന്നും നടി പറഞ്ഞിട്ടില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.